ഫ്രീ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മലയാളികൾ പിന്നെ അവിടെ ചാടി വീഴലാണ്. അതിന് ഒരു ഉദ്ഘാടനമായാലും വേണ്ടിയില്ല, സാധനം കൊടുക്കലായാലും വേണ്ടിയില്ല, അതുപോലെ തന്നെ ഇന്ന് എന്തൊക്കെ പ്രോഗ്രാം ആയാലും വേണ്ടിയില്ല. ഫ്രീ ആണെങ്കിൽ അവിടെ മലയാളികൾ സ്വയം രക്ഷ നോക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ചാടി വീഴും. ഇന്നലെ കോഴിക്കോടുള്ള ആ തിരക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയാം. അതായത് ഒരു ഫസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ കോഴിക്കോട്, എന്നാൽ ആരതി ഫസ്റ്റ് അങ്ങനെ എന്തോ പറഞ്ഞൊരു സിനിമേൻ്റെ പ്രൊമോഷനാണ്. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊവിനോ തോമസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ രഞ്ജിനി ഹരിദാസ് ഉണ്ട്. ഇവരൊക്കെ വന്നിട്ട് പറയുന്നൊരു കാര്യം, അതായത് നിങ്ങളെല്ലാവരും വരണം, അതുപോലെ തന്നെ ഫ്രീ ആണ്, സിനിമാ പ്രൊമോഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും ആ ഫസ്റ്റിന് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ടിക്കറ്റ് വേണ്ടല്ലോ, അങ്ങ് എല്ലാവരും അങ്ങ് കയറിപ്പോകുമ്പോൾ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെയാണ് കൊണ്ടുപോയത്. നിങ്ങളൊരു അവസ്ഥ ആലോചിച്ച് നോക്കറ. അതായത് വിജയ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ കിടന്ന ഒരു റാലിയിൽ എത്ര കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് ഇതുപോലെ മരിച്ചത്. എന്നിട്ട് കുറച്ചെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഇവരൊക്കെ ഈ പരിപാടി ചെയ്യുക. എന്നിട്ട് യാതൊരു വിവരവും ബോധവും ഇല്ലാതെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൊണ്ടുപോയിരിക്കുന്നത്. എന്നാൽ പിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ കഴിയണ്ട, അതും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പല കുഞ്ഞുങ്ങളെയും അവിടെ വെച്ച് കാണാതായി. അങ്ങനെ കാണാതായപ്പോഴേ രഞ്ജിനി ഹരിദാസ് ഓരോരാളുടെ പേര് വിളിച്ചു പറയുമ്പോഴേ അവിടെയുള്ള ഏതോ ഒരു വേട്ടാവളിയൻ ഇവിടെയുണ്ട് അവൻ വിളിച്ചു പറയുകയാണ്. അതായത് അവനെ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ആ ഒരു മുഖം ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ട് എനിക്ക് തോന്നുന്നത് പബ്ലിക്കിൽ ഇങ്ങനെ കാണിക്കുക വേണ്ടത്. അപ്പോൾ തന്നെ രഞ്ജിനി പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ തള്ളയാ കാണാനായിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ ചെയ്യോളാന്ന് ചോദിച്ചു. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിമിഷത്തിൽ രഞ്ജിനി ഹരിദാസിനോട് എന്നാണ്ട് ഒരു വലിയ ബഹുമാനം തോന്നിയായിരുന്നു. കാരണം തള്ളക്ക് വിളിക്കേണ്ട ഒരു സാഹചര്യം അത് തന്നെയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ നാളെ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ സെലിബ്രിറ്റിയാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളതാണ് എന്നൊന്നും അവർ കരുതിയില്ല. ആ നിമിഷം തന്നെ പറഞ്ഞു, നിൻ്റെ തള്ളക്കന്നെയാടാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കയ്യടിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു നിമിഷം ടൊവിനോ തോമസ് കാണിച്ച ഒരു നന്മ അയാൾ വിളിച്ചു പറഞ്ഞു, ഇതൊരു തമാശയും കളിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് കാണാതായിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇവരെയൊന്നും അല്ല കുറ്റം പറയാം, ഞാൻ ആ തന്തക്കും തള്ളക്കും ഇട്ടിട്ടില്ലേ അവറ്റകളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുക മടല് വെട്ടിയിട്ടില്ലേ, ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചു, എനിക്ക് പറയാൻ കഴിയില്ലായിരുന്നു. അതായത് ഇതുപോലെയുള്ള തന്തയും തള്ളിയും ഉണ്ടെങ്കിൽ ഇവിടെ പല ദുരന്തങ്ങളും നടക്കുവായിരുന്നു. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ഈ ഫെസ്റ്റ് എന്ന് പറയുന്ന പരിപാടി അടുത്ത് പോകുന്നുണ്ടെങ്കിൽ പോയിക്കോട്ടല്ലേ. അവനവൻ്റെ മക്കളുടെയും അവനവൻ്റെ ഭാര്യയുടെയും ജീവനും പണയം വെച്ചിട്ട് എന്തിനാണോ ഇങ്ങനെയുള്ള കൂതറ പരിപാടിക്ക് പറ്റി നിൽക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എത്രമാത്രം എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പത്രങ്ങൾ മുഴുവൻ ഇങ്ങനെ കാണാം, കണ്ണീരൊഴിപ്പിക്കാം, ആദരാഞ്ജലികൾ പറയാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ദുരന്തം നടന്ന വർഷങ്ങൾ നമുക്ക് വായിക്കാം. നമുക്കാർക്കും ഒന്നും നഷ്ടപ്പെടില്ല, നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. അത് മനസ്സിലാക്ക്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം ഒരു ആദരാഞ്ജലി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഒരുത്തനും ദുഃഖിക്കാൻ പോകുന്നില്ല. പിന്നെ ഗവൺമെൻറ്റിൻ്റെ വക ഒരു 5 ലക്ഷം റുപ്യ വേറെയും കിട്ടും, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ എന്ത് മണ്ണാങ്കട്ടയാണ് നിങ്ങൾക്ക് കിട്ടുക? ഇത്രയും കുഞ്ഞുങ്ങളുടെയും അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവനും പണയം വെച്ച് ഫെസ്റ്റ് എന്ന് പറയുന്ന ഈ കോപ്രായത്തിന് പോയിട്ട് നിങ്ങൾക്ക് എന്ത് മണ്ണയം കട്ട കിട്ടുമോ? അതാണ് എനിക്കറിയാനുള്ളത്. എത്ര ദുരന്തങ്ങളാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ കണ്ടതല്ലേ കുറച്ച് ദിവസം മുമ്പ് മലപ്പുറത്തുനിന്ന് പോയ കുറേ ടീച്ചർമാർ, ആ ടീച്ചർമാർ ദുരന്തത്തിൽപ്പെട്ട നിങ്ങൾ കണ്ടതല്ലേ. എന്നിട്ടും മിനിഞ്ഞാന്ന് ഏതൊരു വണ്ടി വരുമ്പോൾ അതിൻ്റെ അകത്ത് ആട്ടവും പാട്ടവും ഡാൻസും കളിക്കുന്നുണ്ട്. അതായത് ഒരു വണ്ടി കുന്നിറങ്ങി വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് പെരുമാറേണ്ടത് എന്ന് പോലും മലയാളികൾക്ക് മനസ്സിലായിട്ടില്ല. അവരെന്താ വിചാരിക്കുന്നത്, ഈ വണ്ടി എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്, അതുകൊണ്ട് നമുക്കിടുന്ന് എന്തും ചെയ്യാം. അങ്ങനെ എവിടെ എത്തിക്കഴിഞ്ഞാലും ഇതുവരെ കാണാത്ത ഡാൻസും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശങ്ങളും. എന്നിട്ട് എന്താ നേടുന്നത് നിങ്ങൾ? ഒരു നിമിഷത്തെ ഇങ്ങനെയുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ട് ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ദുഃഖാക്കി കൊടുക്കൽ, അതല്ലേ നേടുന്നത്? ഇന്നലെ ഇപ്പോൾ ഈ പോഴന്മാരായ മാതാപിതാക്കൾ, അതായത് നിങ്ങളോട് ദേഷ്യം കൊണ്ട് തന്നെയാണ് പറയുന്നത്, അല്ലാതെ നിങ്ങളെ ഈ ഇതാക്കുന്നൊന്നല്ല, ദേഷ്യം തന്നെയാണ്. ഈ പോഴകളായ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചൊക്കെ ബോധം വേണ്ടേ? നിങ്ങളൊന്ന് പറ, കുറച്ച് ബോധം വേണ്ടേ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാനെ അവിടെ തിരക്കുണ്ടാകും. തിരക്കുണ്ടായി കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് നമ്മൾ മക്കളെയും കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊന്നും പറഞ്ഞാൽ വലിയ ആൾക്കൂട്ടത്തിലൊന്നും പോകാറില്ല. കാരണം എന്താ പറയുക, അവർ ആഗ്രഹമില്ലായിട്ടല്ല. പക്ഷെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഈടാന്ന് പറഞ്ഞാൽ ദുഃഖാചരണം നടത്താനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ 8 മണിയുടെ പ്രഹസനത്തിനുമായിട്ട് കുറേ ആൾക്കാരുണ്ടാകും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആദരാഞ്ജലികൾ പറഞ്ഞിട്ടും കുറേ ആൾക്കാരുണ്ടാകും. പിന്നെ വീട്ടുകാർ കുറച്ച് കാലമൊക്കെ ഇങ്ങനെ ആ ഒരു ദുഃഖത്തിൽ നിൽക്കും. അത്രയേ ഉള്ളൂ, ഒരു 10 ദിവസം. അത് കഴിഞ്ഞാൽ സീരിയലെല്ലാം വെക്കുമായിരുന്നു. അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ജീവനും പണയം വെച്ചിട്ട് ഇമാതിരി തോന്നിയവാസത്തിന് പോകുക. എന്നിട്ട് അവിടുന്ന് കുട്ടികളെ കാണുന്നില്ല എന്നുകൊണ്ട് വിളിച്ചു പറയുക. 5-8 കുട്ടികളെയാണ് കാണാതായത്. അതിലൊരുത്തൻ്റെ ഒരു കോമഡി വേറെയും. ഈ കുട്ടികളെ കാണാതായിട്ട് എല്ലാവരും പരക്കം പായുമ്പോൾ അവൻ്റെ ഒരു മറ്റേ കോമഡി വേറെയും. എന്താ ഇതിന് പറയുക? ഞാൻ അതാ പറഞ്ഞത്, മലയാളികൾ ഫ്രീയാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ചാടി കമിന്ന് പോവാറുണ്ട്. എന്തെന്നായാലും കുഴപ്പമില്ല, ഇനി ആഹാരമായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ജ്യൂസായാലും കുഴപ്പമില്ല,
ഇതിനിടയ്ക്ക് ഒരുത്തൻ പറയുന്നേക്കണം, ഒരുത്തൻ വന്നിട്ട് യാതൊരു ഉളുപ്പും ഇല്ലാതെ വിളിച്ചു പറയില്ല എന്നറിയാം. അതായത് ഇന്ന ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 125 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 8 പീസ് ചിക്കൻ തിന്നാമെന്ന്. അതായത് 8 പീസ് ചിക്കനോന് ഈ 125 ഉറുപ്പ്യക്ക് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ഓന് മനസ്സിലായിക്കൂടെ ഇത് ഏർന്നോ സെക്കൻഡ് ഹാൻഡ് വരുന്ന ചത്ത കോയിൻ്റെയാന്ന്. അതായത് വരുമ്പം തന്നെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ 5-10 കോയിൽ ചത്തിട്ടുണ്ടാവും ചിലപ്പോഴേ. അതൊക്കെ അടിച്ച് കയറ്റിയതായിരിക്കും ഓന് വിചാരിച്ചുകൂടെ. അല്ലാതെ എങ്ങനെയാണോ ഈ കോയിൻ്റെ വിലയും കൊണ്ട് ഓന് 8 പീസ് കൊടുക്കാൻ പറ്റുക? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവിടെയും പോയിട്ട് മലയാളികൾ ചാടി വീണിരിക്കുന്നത്. അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ ചില സമയത്തൊക്കെ ചിരിയും വരും, ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും വരും. അതുപോലെ തന്നെ ചില മലയാളികൾ എങ്ങനെയാ അറിയാം, ഈ ഹോട്ടലിൽ കയറിയ പാടെ, ഞാനും മലയാളീനെയാണേ, എന്നാലും പറയാറുണ്ട് ഈ എന്നാ മറ്റേ എന്തോ ഒരു സാധനമില്ലേ, എന്തോ ഒരു മുട്ടയില്ലേ, അത് കിട്ടിനൊന്ന് ചോദിക്കുമായിരുന്നു. എന്താ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ഒരു കാരണം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇതാണ്, ഏത് ഹോട്ടലിൽ കയറി കഴിഞ്ഞാലും ശരി ആ മുട്ട ഇട്ടിനാ അതിട്ട ഭക്ഷണമെന്ന് എനിക്ക് വേണ്ടട്ടാ അങ്ങനെ പറയുക. അതിൻ്റെ അകത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താണെന്ന് ഈ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് പലതും അവർ ചേർക്കും. അതിൻ്റെ കൂടാന്ന് പറഞ്ഞാൽ ആ മുട്ടയിട്ടനോ ഈ മുട്ടയിട്ടനോ നമുക്ക് എങ്ങനെയാണോ മനസ്സിലാവുക? നിങ്ങളൊന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇങ്ങനെയുള്ള ഫ്രീകളൊക്കെ വരുമ്പോഴേ കുഞ്ഞുങ്ങളെ പരമാവധി അങ്ങോട്ട് കൊണ്ടുപോകാതിരിക്കുക. അതായത് നിങ്ങൾ സന്തോഷിക്കു പോയിട്ട് ഈ ചെറിയ കുഞ്ഞുങ്ങൾ കൊണ്ടുപോയിട്ട് അവർക്കത് സന്തോഷിക്കാൻ, അവർക്കത് കാണാൻ വേണ്ടിയിട്ടൊന്നും അല്ല. അവർക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഐസ്ക്രീമോ ഇല്ലെങ്കിൽ ഒരു ചോക്ലേറ്റോ ഇല്ലെങ്കിൽ ഒരു ബലൂണോ ആണ്. ഇത് നിങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുത്താലും മതി. അല്ലാതെ അതിന് വേണ്ടിയിട്ട് ആ കുട്ടികളെ കൊണ്ടുപോയിട്ട് ബലിയാടാക്കേണ്ട ഒരാവശ്യവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വളരെ മോശമായ കാര്യം തന്നെയാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് ഒരു മനുഷ്യനുണ്ടാവില്ലടോ. ആ തമിഴ്നാട് ദുരന്തം നമ്മൾ കണ്ടതല്ലേ, ആ കുഞ്ഞുങ്ങളൊക്കെ കിടത്താൻ നമ്മൾ കാണുന്നതല്ലേ. എന്നിട്ടെങ്കിലും കുറച്ച് ബോധവും കഥയും ഉണ്ടോ നിങ്ങൾക്ക്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഇതിനിടയ്ക്ക് ഒരു പാട്ടുകാരൻ വന്നപ്പോഴുള്ള തിക്കും തിരക്കും നിങ്ങൾ കണ്ടില്ലേ? അതിൻ്റെ അകത്ത് ഒരുത്തൻ ട്രെയിൻ തട്ടി മരിച്ചു. അവൻ്റെ കുടുംബത്തിന് പോയി എന്നല്ലാതെ വേറെ ആയിരിക്കെങ്കിലും പോയാ? അവൻ്റെ കുടുംബത്തിന് പോയത് കൊണ്ട് എന്താ അവിടെ ദുരന്തം സംഭവിച്ചതെന്നറിയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മാതാപിതാക്കളും ജീവനൊടുക്കി. ആ മകൻ ട്രെയിൻ തട്ടി മരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴും തന്നെ മാതാപിതാക്കളും അവരെ പിന്നെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അവരെ ആശ്വാസവാക്കിനോ പോലും ഇവിടെ ഒരു കുഞ്ഞുണ്ടായില്ല. അവിടെ കൂടി നിന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഒരു കുടുംബം പോലും ഇവൻ്റെ വീട്ടിൽ പോയിട്ട് നിങ്ങളെ ദുഃഖം ഇതാണ്, അവരെ സംരക്ഷിക്കാം എന്നൊരാൾ പോലും പറഞ്ഞിട്ടില്ല. പോയതാർക്കാ അറിയാം, അവർക്ക് മാത്രമാണ്. അതുകൊണ്ട് ആ അമ്മയില്ല, അച്ഛനില്ല, ആ മകനും എല്ലാവരും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. അത് മനസ്സിലാക്കുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമ്പോഴോ ഏതെങ്കിലും ഒരു പാട്ടുകാരൻ പേര് പോകുമ്പോഴോ അവിടെ കയറിയിട്ട് ഈ തിക്കിലും തിരക്കിലും പെട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഏതായാലും രഞ്ജിനി ഹരിദാസ് ആ ഒരു കാര്യത്തിൽ ഇടപെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ആ ടൊവിനോ തോമസിനോടും പറയാനുള്ളത്, വെറുതെ എങ്കിലും ഉള്ള വില കളയണ്ട. ഇമാതിരി തോന്നിയവാസ പരിപാടിക്കൊന്നും നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായാൽ നിങ്ങളുടെ കട്ടയും പടവും മടങ്ങിയിട്ട് നിങ്ങൾ വീട്ടിലിരിക്കേണ്ടി വരുവായിരുന്നു. പിന്നെ നിങ്ങളുടെ സിനിമ പോലും കാണാനൊരു മനുഷ്യന്മാരുണ്ടാവില്ല. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് കണ്ടും നോക്കിയും നിൽക്കുകയാണെന്ന്. ഇതിൻ്റെ ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം ഇന്നലെ ഒരുത്തൻ വീണാൽ മതി. ഇന്നലെ ഒരുത്തൻ അവിടെ വീണിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് പറ. എടോ ഞാനിങ്ങനെ അതിശയപ്പെട്ടു. എന്താ അറിയാം, ഇത്രയും തിക്കിൻ്റെയും തിരക്കിലും ആ ഒരു കാണാതായ കുട്ടികളുടെ ആ വിഷമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ആ കുട്ടികൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ? ആ ഇത്രയും ജനപ്രളയത്തിൽ ആ കുട്ടികൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നിങ്ങനെ ആലോചിക്കാൻ കൂടി വയ്യ. ഞാൻ പറഞ്ഞല്ലോ, ഈ മാതാപിതാക്കൾ എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, ഹൈപ്പ് ചെയ്ത് കളയാൻ കേട്ടാ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കളാം. ആരെങ്കിലും കേൾക്കുന്നവരൊക്കെ കേട്ടോട്ടെ.